ആളിത്തിരി ചൂടനാ. നമുക്ക് പിന്നീട് നോക്കാം. എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു ഗണേശ. നന്ദൻ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക്സ്. തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? തന്റെ കസിനോ മറ്റാണോ? അല്ല സർ, പരിചയമുണ്ട്. ഗണേഷ് ഇവിടെ 8 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ? നേരെ വാ നേരെ പോവും, അതല്ലേ എയറിന്റെ രീതി. അതെ. അപ്പോ വേക്കൻസി വരുമ്പോ ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ. ഇനി ഇത് ആവർത്തിക്കരുത്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകനായതുകൊണ്ടാണ് ഞാൻ. സോറി സർ. നിക്ക്. ആരുടെ മകൻ? മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകൻ. ഓ, അപ്പൊ വലിയ പുള്ളിയാണല്ലോ. എന്നാ പിന്നെ ആളെ ഒന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ? ഈ സിദ്ധാർത്ഥന്റെ കാര്യം താൻ എന്നോട് പറഞ്ഞെന്ന് അയാളോട് പറയാൻ നിൽക്കണ്ട. വിളിക്ക്. ശരി സർ. ഓക്കെ. അത് കൊള്ളാമല്ലോ. ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെ മകനെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. സർ, ആരാ? സാർ, എന്റെ പേര് നന്ദൻ. ഇവിടെ ജോബ് വേക്കന്റ് ഉണ്ടോന്ന് അറിയാൻ. ഗണേശൻ പറഞ്ഞതുകൊണ്ടൊന്ന് കാണാന്ന് വെച്ചു. എന്താണ് ക്വാളിഫിക്കേഷൻ? BBA ആണ് സർ. ഇപ്പൊ എന്തായാലും വേക്കൻസി ഇല്ല. ബയോഡേറ്റയും ഡീറ്റെയിൽസും കൊടുത്തിട്ട് പൊക്കോളൂ. സാർ, ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? എന്റെ കൂട്ടുകാരനാ മുരളി. മുരളി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗണേശൻ പറഞ്ഞു. മുരളി വിദേശത്ത് പോയെന്നാണല്ലോ കിട്ടിയ റിപ്പോർട്ട്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. മുരളിക്ക് പറഞ്ഞിരുന്ന ആ വേക്കൻസി എനിക്ക് തരാൻ പറ്റുമോ സർ? BBA കാരൻ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുവോ? ചെയ്തോളാം സർ. ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സർ. ഇവിടെ ജോലി ചെയ്യുമ്പോ വലിയ ജോലി കിട്ടിയാ ഇട്ടിട്ട് പോവാല്ലോ അല്ലേ? ഇല്ല സർ, ഇവിടെ അനുവദിക്കുന്ന കാലത്തോളം ഞാൻ ജോലി ചെയ്തോളാം. വീട് എവിടെയാ? വീട് സിറ്റി തന്നെയാ, ഗാന്ധിനഗർ. ഓ, ഗാന്ധിനഗർ. ഇപ്പൊ ഒരു ജോലി വളരെ അത്യാവശ്യമാണ് സർ. എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ് സർ. അതെടുത്തോ? വേണ്ട സർ, പിന്നെ വിളിച്ചോളാം. സംസാരിക്കണോ? ഹലോ. നന്ദു, എന്തായി? ഞാനിവിടെ സാറിന്റെ മുമ്പിലാ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. വൈഫാണ് സർ. സർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സർ. താൻ തന്നെ ഡീറ്റെയിൽസ് HR ഏൽപ്പിക്കൂ. 16-ാം തീയതി ജോയിൻ ചെയ്തോ? താങ്ക് യു സർ. ജോലിയുടെ സ്വഭാവം രീതികളൊക്കെ HR പറയും. താങ്ക് യു വെരി മച്ച് സർ. ചെല്ല്. ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മെയില് കൃത്യമായി വായിച്ച് ഷാർപ്പായിട്ടുള്ള റിപ്ലൈ തയ്യാറാക്കണം. എന്റെ ലീഗൽ ടീമിന്റെ പവർ നീ കാണണം. ഓക്കെ? ശരി. ഓക്കെ, ഡീറ്റെയിൽസ് തന്നാൽ മതി, ഞാൻ അയച്ചു തരാം. നമ്മുടെ ലീഗൽ ടീമിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാളെ തന്നെ അവർ മറുപടി തയ്യാറാക്കും. ഞാൻ പറയുന്നത് ഇതങ്ങ് വിട്ടേക്കാന്ന. വരുന്നത് വരും പോലെ വരട്ടെ. വരുന്നത് വരും പോലെ വരട്ടെ എന്ന് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് പറ്റിപ്പോയ ചില പിഴവുകളിലാ കാട്ടൂരൻ കയറി പിടിച്ചിരിക്കുന്നത്. വലിയ പിഴവ് എന്താണെന്ന് വെച്ചാ കാട്ടൂരാനെ ഇവിടെ വിളിച്ച് സൽക്കരിച്ചു. അയാൾക്ക് അറിയേണ്ടതെല്ലാം നമ്മളായിട്ട് പറഞ്ഞും കൊടുത്തു. അതൊന്നും ഇനി വിളിച്ചു പറയണ്ട, അതൊക്കെ സംഭവിച്ചു പോയി. ചേച്ചി, നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ഡാറ്റാസ് ലീഗൽ ടീമിന് അയക്കണം. എന്ത് ഡാറ്റാസ്? നീ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്താ മതി. ആന്റി എന്താ ഉഴപ്പം പോലെ? ആന്റി, ഇത് കോടിക്കണക്കിന് വരുന്ന ആസ്തിയല്ലേ? ചേച്ചി എന്താ ഈ പറയുന്നത്? ഇതൊക്കെ അങ്ങനെ പോട്ടേന്നോ? എനിക്കെന്തോ ഒന്നിലും ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരോടും ഒരു പകയ്ക്കോ വൈരാഗ്യത്തിനോ ഒരു തോന്നലും വരുന്നില്ല. അന്ന് മേരി തോമസ് അല്ല, മന്ത്രി മേരി തോമസ് വന്നത് മുതലാ ഈ മാറ്റം. എന്റെ മാറ്റത്തെക്കുറിച്ച് നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നത് ശത്രുതയൊക്കെ അവസാനിപ്പിക്കാന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കുക ചേച്ചി. കാട്ടൂരാൻ പിടിമുറുക്കിയ എല്ലാം കൈവിട്ടു പോവും. അളിയനോടുള്ള സ്നേഹം കാരണം സിദ്ധാർത്ഥൻ ചോദിക്കാത്ത പല ചോദ്യങ്ങളും കാട്ടൂരാൻ ചോദിച്ചിരിക്കുക. ഇന്ന് ചന്ദ്രോത്തുകാരുടെ അവസ്ഥ നാളെ നമുക്കും ഉണ്ടാവും. തേവക്കാട്ട് ചുമരില്ലേ ജപ്തി നോട്ടീസ് മതി, നമ്മൾ അഭയാർത്ഥികളാവും. അവർക്ക് ആ ഗിരിയുടെ വീട്ടിലെങ്കിലും ആശ്രയം കിട്ടി, നമുക്കോ? ചേച്ചി, കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചേച്ചി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നാ മാത്രം മതി. ഈ വീട്ടിലെല്ലാവർക്കും എന്തൊക്കെയോ സംഭവിക്കാം. സൂപ്പർവൈസർ എന്ന് പറയുമ്പോ ഡ്യൂട്ടി എന്തൊക്കെയാന്ന് എന്താ? വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. പുറത്ത് സൈഡിലൊക്കെ പോകേണ്ടി വരില്ലേ? വെയിലത്തും മഴയത്തൊക്കെ അലച്ചിലായിരിക്കും. ഏയ്, പറഞ്ഞില്ലേ സൂപ്പർവൈസർ പോസ്റ്റാ. ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനിയിപ്പോ അഥവാ വെയിൽ കൊള്ളേണ്ടി വന്നാൽ തന്നെ എന്താ? ജോലിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാ പ്രധാനം. ഏത് ജോലിയായാലും ഇഷ്ടത്തോടെ ചെയ്താ അത് നല്ല ജോലി തന്നെയാണ്. എന്നാലും നമ്മുടെ കമ്പനിയിൽ AC റൂമിലൊക്കെ ഇരുന്ന് ജോലി ചെയ്തിരുന്നല്ലേ? പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്നത്? എല്ലാം ക്ലിയർ ആവുമേ. ഗിരീഷേട്ട ഇപ്പൊ പറഞ്ഞ പോലെ, ആ കാട്ടൂര മുമ്പ് പറഞ്ഞ പോലെ, ജോലി എന്തായാലും കൂലി കൃത്യമായിട്ട് കിട്ടിയാൽ മതി. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങള് എന്നാ ശരിയാവുന്നെന്ന് പറയാൻ പറ്റില്ല. അതുവരെ വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ശരിയാവില്ല. അല്ലെങ്കിൽ പിന്നെ ദേവി തൊഴിലുറപ്പിന് പോകേണ്ടി വരും. ഞാൻ റെഡിയാന്നെന്തോ. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ഏത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യും. ആ, നന്ദുവിന് ജോലി കിട്ടിയ സ്ഥലത്ത് എനിക്കൂടെ ഒരു ജോലി കിട്ടുമോ നോക്കാം. ഏയ്, അത് സാവകാശം മതി. എന്തായാലും നന്ദന് ജോലി കിട്ടിയല്ലോ, പതിയെല്ലാം ശരിയാവും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ നന്ദ? ഡ്രസ്സോ ഷൂവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ആ, ഇതുപോലെ ഒരാളിനെ കിട്ടി തന്നെ എന്റെ ഭാഗ്യം. ചോദിച്ചല്ല, ആ ചോദ്യം തന്നെ ധാരാളം. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ ഒരുപാട് ധാരാളത്തും കാണിച്ച് കിട്ടി ജോലി പോകണ്ട ഗിരീഷേട്ടാ. ആദ്യം ഇതൊന്ന് സ്ഥിരപ്പെട്ട് കിട്ടട്ടെ, നോക്കാം. ഞാനും നന്ദുവും ഒന്ന് പുറത്തു പോയിട്ട് വരാമേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. എന്ന് പോയിട്ടോ. നന്ദ, ഒരു കാര്യം ചെയ്. എന്താമേ? ജോലി കിട്ടിയ കാര്യം ഭാർഗവിയോടൊന്ന് പറഞ്ഞേക്കണേ.
പറ്റുമെങ്കിൽ അവിടെ നിന്ന് കയറിക്കോ. ആ അത് വേണം. അവിടേക്ക് പോയതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അതെന്താ? അവിടെ നിന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തോ നിന്നെ? അയ്യോ അതല്ല, പ്രാർത്ഥന. ഭാർഗവന്റെ പ്രാർത്ഥന. വാദേവി നമുക്കറിഞ്ഞു. ശരിയമ്മേ. അവനെന്താ അങ്ങനെ പറഞ്ഞത്? ഇനി ഭാർഗവി എങ്ങനെ പറഞ്ഞിട്ടാണോ ഈ ജോലി? പിന്നെ ഭാർഗവി ആന്റിക്ക് അതിനുള്ള സാമർഥ്യമൊക്കെ ഉണ്ടോ? അവളെ എങ്ങനെ കൊച്ചാക്കിയൊന്നും കാണണ്ട. ചിലതെല്ലാം അവള് വിചാരിച്ചാലും നടക്കും. അത് ശരിയാ. അന്ന് ഭാർഗവേന്റെ ഇവിടെ വന്ന് മാഡമായിട്ട് സംസാരിച്ചതിന് ശേഷമാ മാഡത്തിന്റെ രീതികളൊക്കെ ഒന്ന് മാറിയത്. അവര് തന്ന ധൈര്യത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എനിക്ക് തോന്നുന്നത് ആ ത്യാഗരാജനെ ശരിപ്പെടുത്തിയതടക്കം മാഡത്തിന്റെ പണിയാണെന്നാ. ഗിരീഷ് ഇതെന്തൊക്കെയാ പറയുന്നേ? നിങ്ങളിരിക്കേ. ഗിരി പറഞ്ഞത് നേരാ. അമ്മയ്ക്ക് അതിലൊക്കെ എന്തോ പങ്കുണ്ട്. മാഡം, ഞാൻ ഫോർവേഡ് ചെയ്ത മെയിൽ കണ്ടല്ലോ അല്ലേ? കണ്ടു. കാട്ടൂരാം വക്കീല് വള്ളിയും പുള്ളിയും കുത്തും കോമയൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതെ, മറുപടി തയ്യാറാക്കാൻ ലീഗൽ ടീമിനെ ഏൽപ്പിച്ചു മാഡം. വിട്ടു കൊടുക്കരുത്. ഒരു കാരണവശാലും തേവക്കാട്ടുകാരുടെ 1 ഇഞ്ച് ഭൂമിയോ 1 രൂപ പണമോ ചന്ദ്രോത്ത് ചെല്ലരുത്. അങ്ങനെ തന്നെയാണ് മറുപടി തയ്യാറാക്കുന്നതും. അറിയാടോ, ഒരു പടി താഴേക്കല്ലാതെ 1 അടി പോലും മുകളിലേക്ക് കയറരുത് ചന്ദ്രോത്തുകാർ. ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ തന്നെ മാഡം കാര്യങ്ങൾ പോകുന്നത്. ചന്ദ്രമതി ചേച്ചിക്ക് വീറും വാശിയും അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ചേച്ചിയെ ത്യാഗരാജന്റെ വഴിക്ക് കൊണ്ടുവരണം. മത്സരം തണുത്തു പോവരുത്. ചന്ദ്രോത്തുകാർ നേട്ടം കൊണ്ടുപോകരുത്. എനിക്കറിയാം മാഡം. മാഡം, എനിക്ക് തിരിച്ചു പോവാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഇല്ല, സമയമാവുമ്പോൾ ഞാൻ പറയും. ശരി മാഡം. എന്നാ ശരി. ത്യാഗരാജൻ ചേട്ടാ, ഞാൻ ആലോചിക്കാം, ചന്ദ്രമതി ആന്റിക്ക് എന്താ സംഭവിച്ചേ? എന്താ കാര്യം? അല്ല, ചന്ദ്രോത്തുകാർക്കെതിരെ ആന്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ചന്ദ്രോത്തുകാര് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവോ? ചന്ദ്രോത്തുകാരല്ല, മിനിസ്റ്റർ മേരി തോമസാ ആന്റിയെ മാറ്റിയിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്തൊരിഷ്ടം അവരോട് വന്നിരിക്കുക. അന്ന് തന്നെ മന്ത്രിയുടെ പേര് പറഞ്ഞു വിളിച്ചു എന്നും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടത് കണ്ടില്ലേ? ആന്റി ആകെ മാറിപ്പോയി. ചേച്ചി മാറിക്കോട്ടെ, പക്ഷേ ഞാൻ മാറാൻ പോകുന്നില്ല. അത് കേട്ടാ മതി. ഇടയ്ക്ക് ചേട്ടനോ ഒന്ന് തണുത്തോന്ന് എനിക്കൊരു സംശയം വന്നതാ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് മാത്രമല്ല, അവിടുത്തെ എല്ലാവരും ഇല്ലാതാവണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. എന്നോടും ഈ കുടുംബത്തോടും അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് പകരം ചോദിക്കണം.
ആന്റി ഇത് എവിടെ പോവാ? ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോവായിരുന്നു. എന്താ മോളെ പെട്ടെന്നൊരു വരവ്, അതും ഈ സമയത്ത്? കാര്യമുണ്ട്. ആഹാ, എന്താ രണ്ടുപേരുടെയും മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ? എന്തോ നല്ല കാര്യം നടന്നതിന്റെ ലക്ഷണമുണ്ടല്ലോ. ഗൗരി മുഖലക്ഷണം പറയാൻ മിടിക്കുകയാണല്ലോ. പറഞ്ഞത് സത്യ. ഒരു കൊച്ചു സന്തോഷം അറിയിക്കാൻ തന്നെയാ വന്നത്. ദേ, ആ ഇതാന്റി കുറച്ച് സ്വീറ്റ്സാ. സ്വീറ്റ്സ് ഒക്കെ അവിടെ നിക്കട്ടെ, ആദ്യം വിശേഷം പറഞ്ഞെന്താ? എനിക്കൊരു ജോലി കിട്ടി. ഈശ്വര, നാളെ ജോയിൻ ചെയ്യണം. എവിടെയെന്നെന്താ ജോലി? ആ, കമ്പനി കുറച്ച് ദൂരെയാ. എന്താ മോനെ ജോലി? ആ ഇത് കമ്പനിയിലെ സൂപ്പർവൈസർ പോസ്റ്റാ. ആ, അത് കൊള്ളാം. അങ്ങനെ സന്തോഷങ്ങൾ ഒന്നൊന്നായിട്ട് വരട്ടെ നന്ദ. സത്യം പറഞ്ഞ ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ജോലി വേണമെന്നുള്ള ചിന്ത വന്നത്. അവിടെ ആഹാരം കഴിക്കുമ്പോൾ പോലും അതിന്റെ വിലയൊക്കെ കൂട്ടി അമ്മ വിഷമിക്കുന്ന കാണുമ്പോ ഉള്ളു പിടഞ്ഞു. കമ്പനി ഉടമസ്ഥനായിരുന്ന ഞാൻ ഒരു സാധാരണ ജോലിക്കാരനാവുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. അവസാനം ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ അത് ത്യാഗരാജൻ ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും പഴയ സ്ഥിതിയിലായി. ഇപ്പോ കാട്ടൂരം വക്കീൽ വന്ന് എന്നെ പൊളിച്ചടിക്കപ്പോഴാ തല വെളിച്ചം വന്നത്. ഭാഗ്യം പോലെ ജോലി കിട്ടുകയും ചെയ്തു. ഈ സൂപ്പർവൈസർ എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ ചുമതലകളാ മോനെ? ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ആ, ഇനിയൊരു ചെറിയ വീടെടുത്ത് മാറണം. ഗിരീഷേട്ടനും ഏട്ടന്റെ അമ്മയ്ക്കും ഒക്കെ ഞങ്ങളവിടെ താമസിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എങ്കിലും സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തണമെന്നാണല്ലോ. സ്വരം ചീത്തയാകാതെ സൂക്ഷിച്ചാലും മതിയല്ലോ. കുറച്ചു കാലം കൂടി അവിടെ തന്നെ നിന്നൂടെ? ഗിരിയുടെ സഹായം കൂടി ഉണ്ടാവില്ലേ? അല്ലമ്മേ, എന്തൊക്കെ അടുപ്പവും ബന്ധവും പറഞ്ഞാലും നന്ദൻ പറഞ്ഞതുപോലെ നേരത്തെ മാറുന്നതാ നല്ലത്. അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ വല്ലായ്മയുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് എവിടേക്കെങ്കിലും ചെറിയൊരു വീടെടുത്ത് മാറണം. പക്ഷേ അധികം ദൂരം പോവാനും പറ്റില്ല. അച്ഛന്റെ കേസിന്റെ കാര്യം കൂടി നോക്കണം. അങ്കിളിന് ജോലിക്കാരി അറിയുമ്പോ സന്തോഷമായിരിക്കോ വിഷമമായിരിക്കോ? ഞാൻ കമ്പനി ഉടമയെന്ന് ഒരു തൊഴിലാളിയാവുമ്പോ ചിലപ്പോ അച്ഛനൊരു പ്രയാസം ആദ്യം തോന്നുമായിരിക്കും. പക്ഷേ അച്ഛനെല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാ. കാര്യങ്ങൾ ഉൾക്കൊള്ളും. ചന്ദ്രത്തിലായിരുന്നപ്പോ ജീവിതം ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള സമാധാനമുള്ളൊരു ജീവിതം അതൊന്ന് ജീവിച്ചു നോക്കട്ടെ. ഒരു കുഞ്ഞു വാടക വീടും ചെറിയ സ്വപ്നങ്ങളും ചെറിയ മോഹങ്ങളുമായിട്ടൊരു ജീവിതം. അച്ഛൻ ജയിലിൽ നിന്നൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ സന്തോഷം പൂർണ്ണവും. വലിയ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വാ മക്കളെ, അകത്തേക്ക് വാ. വാ വാ. ചില സാധനങ്ങൾ എത്ര തെരഞ്ഞാലും കിട്ടുകയില്ല. തപ്പി തപ്പി മനുഷ്യനെ മെനക്കെടുത്താനായിട്ടും. ഈ നേരത്തെ ഇതാരാ? ഹലോ, റോങ് നമ്പറാണോ? റോങ് നമ്പറോ? ഇതാരുടെ നമ്പറാ? താൻ ആരെയാ വിളിക്കുന്നത്? തനിക്കറിയാൻ പാടില്ലടോ. എന്നെ നമ്പർ വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? താനാരാ? ഇത് ശശാങ്കം വക്കീലല്ലേ? അയ്യോ, ശശാങ്കം വക്കീലാണോ? അപ്പൊ പിന്നെ ഞാനാരാ?
സാറേ ഞാൻ ത്യാഗരാജനാണ്. അയ്യോ, സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ. അല്ല, തേവക്കാട്ട് ത്യാഗരാജൻ. ഓർമ്മയില്ലേ? ഓ, നമ്മുടെ കള്ള് ത്യാഗരാജൻ.